തൃശ്ശൂരിൽ 6 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിക്കവേ മാതാപിതാക്കളോട് പറയുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. പലപ്പോഴും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും പ്രതി ജോജോ അതിക്രൂരമായി കുട്ടിയെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് മൊഴിയായി പോലീസിനോട് നൽകിയിട്ടുള്ള വിവരം. ചാമ്പയ്ക്ക് നൽകാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്നായിരുന്നു ഇത്തരത്തിൽ അതിക്രൂരമായി കുട്ടിയെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ പ്രതി ജോജോയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. ഞാൻ പോയി അല്ല തട്ടിട്ട് അവനെന്താ ചെയ്തത്? അവൻ താന്നുപോയാ? അപ്പൊ നീ എന്ത് ചെയ്തു? താന്നുപോയിപ്പോ ഞാൻ കണ്ടു പോയി. അപ്പൊ അവനെ കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യത്തെ ഉന്തിട്ടതല്ലേ? അതെ, ഇവിടെ മുഴുവൻ ഈ കോഴ്സ് മുഴുവൻ അങ്ങനെ 3 തവണ ഈ കുട്ടിയെ ഈ കുളത്തിനുള്ളിലേക്ക് തള്ളിയിട്ടു എന്നുള്ള ഒരു കൃത്യമായ ഒരു വാക്കുകൾ, പ്രതിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് ഈ പ്രതി കുട്ടിയെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു, ഈ കുളത്തിനരികിലേക്ക് വന്നു. ആ സമയത്ത് പ്രതി കുട്ടിയോട് ലൈംഗികമായി മോശമായി പെരുമാറാനായി ശ്രമിച്ചു. ആ സമയത്ത് എതിർക്കുകയും ചെയ്തു. അങ്ങനെ ആ സമയത്താണ് പിന്നീട് വായ പൊത്തുകയും കുളത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തത്. 3 തവണ കുട്ടി ഉയർന്നു വരാനായി ശ്രമിച്ചു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ വീണ്ടും ഈ കുളത്തിലേക്ക് തന്നെ തള്ളിയിടുകയാണ് ചെയ്തതെന്നാണ്. ഒരു കുറ്റബോധവും ഇല്ലാത്ത രീതിയിൽ വളരെ ക്രൂരമായി നടത്തിയ ഒരു കൊലപാതകത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടുകൂടി ഈ പ്രതി എല്ലാം പോലീസിനോട് വിവരിക്കുന്നത്. തെളിവെടുപ്പ് ഇപ്പോൾ ആ കുളത്തിന്റെ പരിസരത്ത് പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ തിരികെ ഈ പ്രതിയെയും കൊണ്ട് പോലീസ് പോവുകയാണ്. നേരത്തെ പ്രതിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ച സമയത്ത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പോലീസ് ഏറെ പാടുപെട്ടാണ് ഈ പ്രതിയെയും കൊണ്ട് ഈ തെളിവെടുപ്പ് നടത്തുന്ന ഈ ഒരു സ്ഥലത്തേക്ക്, ഈ കുളത്തിനടുത്തേക്ക് എത്തിയത്. പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ഉള്ള ശ്രമം പോലും ഒരു ഘട്ടത്തിൽ നടന്നു. വളരെ പാടുപെട്ടാണ് പ്രതിയെ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് ഈ നാട്ടുകാരുടെ മർദ്ദനമേൽക്കാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അത്രത്തോളം ഒരു പ്രതിഷേധത്തിലാണ്. കാരണം അങ്ങനെ പ്രതിഷേധമില്ലാതിരിക്കാൻ യാതൊരു വിധത്തിലുള്ള കാരണവുമില്ല. കാരണം അത്രത്തോളം ഒരു ചെറിയ ഒരു കുട്ടിയെ വലിയ തോതിലുള്ള ഒരു ക്രൂരകൃത്യത്തിന് ഇരയാക്കുകയും അതിനുശേഷം പിന്നീട് ആ കുട്ടിയെ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ ഒരു ക്രൂരകൃത്യത്തിന് ഇരയാക്കുകയും ആ കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കൊലപ്പെടുത്തിയതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഓരോന്നും ആ കുട്ടിയെ കൊലപ്പെടുത്തിയ രീതിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ പ്രതി ഇവിടെ വലിയ തോതിൽ ഒരു പോലീസിനോട് പ്രതിഷേധത്തിനിടയിലും എല്ലാവരും പോലീസിനോട് പറയുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ആളുകളൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. വലിയ ഇവരൊക്കെ സംരക്ഷിക്കുന്ന ആൾക്കാർ വരും. നാളെ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ പോലീസ് വളരെ പാടുപെട്ടാണ് ഈ പ്രതിയെ കൊണ്ട് ഇപ്പോൾ തിരികെ വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ആ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. അതിനിടയിലൂടെ തന്നെയാണ് മറ്റ് യാതൊരു തരത്തിലും ഈ പ്രതിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പോലീസ് വളരെ ശക്തമായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇവിടെ പ്രതിയെയും കൊണ്ട് പോകുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധിയായവർ ഇവിടെ പ്രതിഷേധവുമായി നിൽക്കുകയാണ്. വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിവേഗത്തിൽ പോലീസ് ഈ പ്രതിയെയും കൊണ്ട് ഇവിടെ നിന്ന് മടങ്ങി പോവുകയാണ്. മറ്റ് പ്രതിഷേധങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയും അതിനോടൊപ്പം തന്നെ യാതൊരു വിധത്തിലും ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും ഉള്ള പോലീസ് ജീപ്പിന് നേരെ ഇപ്പോൾ നാട്ടുകാരുടെ ഒരു വലിയ പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ പോലീസ് ജീപ്പ് അവിടെ നിന്നും ആ പ്രതിയെയും കൊണ്ട് പോലീസ് ജീപ്പ് അവിടെ നിന്നും പോവുകയും ചെയ്തു. ഇപ്പോൾ നാട്ടുകാരുമായി ഒരു
ഉന്തും തള്ളും നടക്കുകയാണ്. അതായത് നേരത്തെ പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ആളുകളെ അവിടെ നിന്ന് മാറ്റാനായുള്ള ശ്രമം. അതിനോടൊപ്പം തന്നെ അതിനിടയിൽ പോലീസിന് നേരെയും ഈ നാട്ടുകാരുടെ ഒരു രോഷപ്രകടനം ഉണ്ടായിരുന്നു. അതിനവരെ തെറ്റു പറയാൻ പക്ഷേ കഴിയില്ല. കാരണം അത്രത്തോളം നിഷ്ഠൂരമായ ഒരു കൃത്യം ചെയ്ത ഒരു പ്രതിയെ അവരുടെ ഒരു രോഷം ആ പ്രതിക്ക് നേരെ കാണിക്കുകയും ചെയ്യും. അത്തരത്തിൽ രോഷപ്രകടനം നടത്തിയ ആളുകളെയാണ് ഇവിടെ നിന്നും മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിരവധിയായ സ്ത്രീകൾ അടക്കമുള്ള നിരവധിയായ ആളുകൾ ഇവിടെ ഈ ഒരു സംഭവ സ്ഥലത്ത് എത്തി ഒരു പ്രതിഷേധം നടത്തുകയാണ്. പോലീസ് ഏറെ പണിപെട്ടാണ് ഈ പ്രതിയെ ഇവിടെ നിന്നും എന്തായാലും കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും വലിയ